ഗസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ലബനൻ അതിർത്തിയിൽ ഹസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടം വ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഇപ്പോൾ സമയം വൈകുന്നേരമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, യുദ്ധം നിർത്തില്ല, പക്ഷേ തീവ്രത കുറയ്ക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും യുദ്ധം വ്യാപിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്. ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. ഒടുവിൽ ഈ ലോകം ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് കേൾക്കാൻ പ്രതീക്ഷിച്ച വാക്കുകളാണ് വന്നിരിക്കുന്നത്. ഗസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ കൃഷ്ണ പറഞ്ഞ പോലെ യുദ്ധം അവസാനിപ്പിക്കില്ല, പാലസ്തീന് മേലുള്ള ഹമാസിന്റെ നിയന്ത്രണം പൂർണ്ണമായും അവസാനിക്കും വരെ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു നീക്കത്തിന്റെ പ്രധാന കാരണം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുമായുള്ള പോരാട്ടം ഇപ്പോൾ കനക്കുകയാണ്. ഗസയിൽ നിന്നുള്ള സൈന്യത്തെ അവിടെ വിന്യസിപ്പിക്കുക പോവുകയാണെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ തീവ്രത കുറയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ പ്രതിരോധിക്കാനായിരിക്കും തന്റെ ആദ്യ ശ്രമമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അതിനുശേഷം ഈ മേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. നയതന്ത്രപരമായിട്ടായിരിക്കും ആദ്യ ശ്രമങ്ങൾ. അത് പരാജയപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ തേടുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ നീങ്ങുന്നത് യുദ്ധം വലിയ തോതിൽ വ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. ഹമാസ് പോലെ അല്ല ഈ ഹിസ്ബുള്ള. അവരുടെ പക്കൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടെന്നാണ് US മിലിറ്ററിയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ CQ ബ്രൗൺ പറയുന്നത്. അതുമാത്രമല്ല, ഹിസ്ബുള്ളയ്ക്ക് വേണ്ട സൈനിക സഹായങ്ങൾ നൽകുന്നതിൽ ഇറാന് ഒരു പ്രത്യേക താല്പര്യവുമുണ്ട്. ക്രിസ്റ്റീന, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.